നരേന്ദ്രമോദിയെ പ്രതിപക്ഷം ഭയക്കേണ്ടതുണ്ടോ? അത്രമാത്രം അജയ്യനാണോ മോദി? കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രമുഖ മാധ്യമത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പങ്കുവച്ച ഒരു കുറിപ്പ് ഈ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതിൽ പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്: 2024 നടക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൻ്റെ തന്ത്രപരവും പരമപ്രധാനവുമായ ലക്ഷ്യം നരേന്ദ്രമോദിയുടെയും BJPയുടെയും സമഗ്ര പരാജയമാണ്. എന്നാൽ ആ ലക്ഷ്യം നേടണമെങ്കിൽ മോദിയുടെ അധികാരത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം. രാഷ്ട്രീയ എതിരാളികൾ മോദിയുടെ സ്വീകാര്യതയുടെ ഘടകങ്ങളെ കുറച്ച് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ അപകടകമാകും. ഇതിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബം, മോദി തരംഗത്തെ അതിശയകരമാണ് തള്ളിക്കളയുന്നത്. ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ എതിർപക്ഷത്ത് അണിനിരക്കുന്ന ഇന്ത്യ സഖ്യം കൂട്ടായ്മയോടെയും യോജിപ്പോടെയും പ്രവർത്തിക്കാനുള്ള കഴിവും സന്നദ്ധതയും പ്രകടിപ്പിക്കണമെന്നും മോദിയുടെയും BJPയുടെയും സമഗ്ര പരാജയത്തിന് വ്യക്തിപരമായ ഈഗോകളും അഭിലാഷങ്ങളും സാധാരണമാണെങ്കിലും ലക്ഷ്യത്തെ അത് അപകടത്തിലാക്കുന്നുവെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുകയോ മുൻഗണന നൽകുകയോ ചെയ്യരുത് എന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ലക്ഷ്യത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന വസ്തുത മറ്റു പാർട്ടികൾ ഉൾക്കൊള്ളണമെന്നും പറയുന്നുണ്ട്. 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണം അന്യായവും സുരക്ഷിതമല്ലാത്തതും അസമത്വം പൊരുത്തമില്ലാത്തതുമായ ഒരു സമൂഹത്തിലേക്ക് നയിച്ചു എന്നതാണ് സഖ്യത്തിൻ്റെ പ്രധാന വാദങ്ങൾ. ഗാന്ധിമാരും അവരുടെ സങ്കീർണമായ ചരിത്രവും BJPക്കെതിരായ ഇന്ത്യൻ സഖ്യത്തിൻ്റെ പ്രധാന വാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. മോദി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഗാന്ധി കുടുംബത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചേക്കും. അതിനെ കണ്ണും പൂട്ടി എതിർക്കാതെ തന്ത്രപരമായി നേരിടുക എന്നതാണ് മറ്റു പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുവരെയും മോദിക്ക് പല കാര്യങ്ങളിലും ഫ്രീ പാസ് കിട്ടിയിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങളിൽ പിഴവ് സംഭവിച്ചപ്പോൾ, കുറ്റവാളികളെയും വഞ്ചകരെയും പിടികൂടാതെ വന്നപ്പോൾ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ചൈനക്കാർ അതിക്രമിച്ചു കയറിയപ്പോൾ, കള്ളപ്പണം തിരിച്ചെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ, അതുപോലെ കശ്മീരിൽ സൈനിക ഉദ്യോഗസ്ഥരെ ഭീകരർ ലക്ഷ്യം വെക്കുന്നത് തുടരുമ്പോൾ, മണിപ്പൂർ പിരിമുറുക്കവും സംഘർഷവും തുടരുമ്പോൾ, അതെല്ലാം മോഡിയുടേതല്ല മറിച്ച് മറ്റാരുടെയോ തെറ്റുകളായി വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും പ്രതിപക്ഷം വളരെ മൗനത്തിലാണ്. 10 വർഷത്തിന് ശേഷവും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മാപ്പുസാക്ഷികളും ജവഹർലാൽ നെഹ്റുവിൻ്റെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കബളിപ്പിക്കൽ ഇനിയെങ്കിലും പ്രതിപക്ഷം ശ്രദ്ധിക്കുകയും എതിർക്കുകയും ചെയ്യണം. സാധാരണക്കാരുടെ ആവലാതികളും നിരാശകളും പ്രതിധ്വനിക്കുന്ന ഒരു കഥയാണ് ഇന്ത്യൻ സഖ്യത്തിൻ്റെ നേതാക്കൾ സൃഷ്ടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഹിന്ദുത്വത്തിലും അയോധ്യ ക്ഷേത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മോദിയുടെ ശക്തമായ നീക്കത്തെ പ്രതിരോധിക്കാൻ സാധിക്കൂ. ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് വേളയിൽ ഫലപ്രദവും നീതിയുക്തവുമായ ഭരണം വാഗ്ദാനം ചെയ്യാൻ എല്ലാവർക്കും അവസരം ലഭിക്കണം. മോദി ഒരിക്കലും ഭൂരിപക്ഷ വോട്ടുകൾ നേടിയിട്ടില്ല. അതിനാൽ മോദിയെ പിന്തുണയ്ക്കാത്ത എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നത് ഇന്ത്യൻ സഖ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൻ്റെ 50% പൂർത്തിയാക്കാൻ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് സാധിച്ചാൽ ഉറപ്പിക്കാം, നരേന്ദ്രമോദിയെ വീഴ്ത്താൻ ഇനിയും അവസരം മുന്നിലുണ്ട്.